ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ശാസ്ത്രീയ പരിശോധനയ്ക്ക് പ്രത്യേക അന്വേഷണ സംഘം അറ്റകുറ്റപ്പണി നടത്തി തിരികെ എത്തിച്ച സ്വർണ്ണപ്പാളികൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കിയേക്കും. ഹൈക്കോടതി നിയോഗിച്ച ജസ്റ്റിസ് കെ ടി ശങ്കരൻ സന്നിധാനത്ത് തുടരുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് MG പ്രതീഷും അതുപോലെ ശബരിമല സന്നിധാനത്ത് നിന്ന് AV ജയശങ്കറും തത്സമയം ചേരും. ആദ്യം പ്രതീഷിലേക്ക്. ഗുഡ് മോർണിംഗ് പ്രതീഷ്. ഗുഡ് മോർണിംഗ് ജയശങ്കർ. യഥാർത്ഥത്തിൽ ഈ പ്രത്യേക അന്വേഷണ സംഘം അവരുടെ പരിപാടികൾ ആരംഭിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അറസ്റ്റ് എപ്പോഴുണ്ടാകും? ഈ ഒന്നാം പ്രതിയായി ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ പ്രതിയേർക്കപ്പെട്ടു. അപ്പം ഇദ്ദേഹത്തെയൊക്കെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുത്ത് അന്വേഷണം നടത്താനായിരിക്കും SITയുടെ പുതിയ നീക്കം. പറയൂ. SKN, ഗുഡ് മോർണിംഗ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് ഇന്നലെ 2 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. അത് 2019 ശബരിമലയിലെ കട്ടിളപ്പടി, സ്വർണം പൊതിഞ്ഞ കട്ടിളപ്പടി കൊണ്ടുപോയതിലും അതിന് പിന്നാലെ ഈ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികൾ അറ്റകുറ്റപ്പണിക്കെന്ന പേരിൽ കൊണ്ടുപോയി സ്വർണം കവർന്നതിലുമാണ് 2 FIRകൾ ഇന്നലെ രജിസ്റ്റർ ചെയ്തത്. SKN സൂചിപ്പിച്ചതുപോലെ തന്നെ 2 കേസുകളിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഒന്നാം പ്രതി. ഇതിനു പുറമെ 9 ദേവസ്വം ബോർഡ് ജീവനക്കാരെയും പ്രതിയാക്കിയാണ് നിലവിൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കേസ് എടുത്തതോടുകൂടി തന്നെ അന്വേഷണം ഊർജിതമാക്കുകയാണ് SIT. ആദ്യഘട്ടത്തിൽ ഇതിലെ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്യാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കം. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഹാജരാകാൻ നിർദ്ദേശിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തിയേക്കുമെന്നതാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന സൂചന. ഒപ്പം മറ്റ് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരിൽ നിന്ന് ഈ മൊഴി രേഖപ്പെടുത്തി അറസ്റ്റ് രേഖപ്പെടുത്താനാണ് പ്രധാനമായും ഇപ്പോൾ അന്വേഷണ സംഘം ആലോചിക്കുന്നത്. ഇതിനു പുറമെ നിർണായകമായ ചില നീക്കങ്ങൾ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നുള്ള സൂചനകളും പുറത്തു വരുന്നുണ്ട്. അത് ഈ ശബരിമലയിലെ സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരിക്കുന്ന സ്വർണ്ണപ്പാളികളുടെ ശാസ്ത്രീയ പരിശോധന അന്വേഷണ സംഘം നടത്തിയിരിക്കും. 2019-ലും 2025-ലും അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോയ സ്വർണ്ണപ്പാളികൾ ആ സ്വർണ്ണപ്പാളികൾ നിലവിലുള്ളത് യഥാർത്ഥ സ്വർണ്ണപ്പാളികളാണോ? തിരിച്ചെത്തിച്ചതിൽ ഏതെങ്കിലും കൃത്രിമം കാണിച്ചിട്ടുണ്ടോ? സ്വർണ്ണപ്പാളികൾ മാറ്റിയോ എന്ന അടക്കമുള്ള കാര്യങ്ങളിൽ ശാസ്ത്രീയ പരിശോധന അന്വേഷണ സംഘം നടത്തിയേക്കും. ഒപ്പം ഈ കൂടുതൽ പേരിലേക്ക് കൂടി അന്വേഷണം എത്തുമെന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. നിലവിൽ ഈ കവർച്ച, വിശ്വാസവഞ്ചന, ഗൂഢാലോചന കുറ്റങ്ങൾ ചുമത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 2019 കാലത്ത് ദേവസ്വം ബോർഡ് ഭരണസമിതിക്കും ഇക്കാര്യത്തിൽ ഉത്തരവാദിത്തമുണ്ട് എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദേവസ്വം ബോർഡിലെ ഭരണസമിതി അംഗങ്ങൾ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്താനാണ് നിലവിൽ പ്രത്യേക അന്വേഷണ സംഘം ആലോചിക്കുന്നത്. ഒപ്പം ഈ അറ്റകുറ്റപ്പണി നടത്തിയ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് നിലവിൽ പ്രതിയല്ല. പക്ഷേ ഈ ചെന്നൈയിലാണ് ഈ കൃത്രിമത്വം നടന്നതെന്ന് ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ കേരളത്തിന് പുറത്തേക്കും അന്വേഷണം വ്യാപിപ്പിക്കാനാണ് തീരുമാനം. ആദ്യഘട്ടത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിശദമായി ചോദ്യം ചെയ്യും. ഒപ്പം ഈ 474 ഗ്രാം സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി അപഹരിച്ചു എന്നതായിരുന്നു ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തൽ. ഇതിൽ കൂടുതൽ സ്വർണം അവിടെ നിന്ന് പോയിട്ടുണ്ട് എന്നുള്ള ഒരു നിഗമനം പ്രത്യേക അന്വേഷണ സംഘത്തിനുണ്ട്. ഇക്കാര്യങ്ങളിലടക്കം വിശദമായ സമഗ്രമായ പരിശോധന നടക്കും. MG പ്രതീക്ഷയാണ് വിവരങ്ങൾ നൽകിയതിന്. ശബരിമല സന്നിധാനത്തേക്ക് അവിടെ കണക്കെടുപ്പ് തുടങ്ങുകയാണ്. AV ജയശങ്കർ തത്സമയം ചേരുന്നു സന്നിധാനത്ത് നിന്ന്. ഗുഡ് മോർണിംഗ് ജയശങ്കർ. അഗെയിൻ പറയൂ. SIT അന്വേഷണം, ഒരു ഭാഗം ജസ്റ്റിസ് KT ശങ്കറിൻ്റെ അന്വേഷണം, അപ്പോൾ എല്ലാം കൂടി ശബരിമല സന്നിധാനത്ത് ആരാണ് കള്ളന്മാരെന്ന് കണ്ടുപിടിക്കാനുള്ള ദുരിത കാര്യങ്ങൾ നടക്കുകയാണ്. പറയൂ. ഗുഡ് മോർണിംഗ് SKN. എന്തായാലും ജസ്റ്റിസ് KT ശങ്കരനും സംഘവും സന്നിധാനത്ത് തുടരുകയാണ്. ഇന്ന് ഈ വിവാദങ്ങളൊക്കെ ഉണ്ടായ സ്വർണ്ണപ്പാളി ജസ്റ്റിസ് KT ശങ്കറിന്റെ നേതൃത്വത്തിൽ പരിശോധിക്കും. ഈ പാളിയെ സംബന്ധിച്ചാണ് വലിയ വിവാദങ്ങൾ ഉണ്ടായത്. ഉണ്ണികൃഷ്ണൻ പോറ്റി യഥാർത്ഥ പാളി മറിച്ച് വിറ്റ പുതിയ പാളിയാണ് സന്നിധാനത്ത് എത്തിച്ചത് ഉൾപ്പെടെയുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. ഇന്ന് ഈ പാളി ജസ്റ്റിസ് KT ശങ്കറിന്റെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധിക്കും. രാവിലെ 10 മണിക്ക് ശേഷമായിരിക്കും ഈ ഒരു പരിശോധന സ്ട്രോങ് റൂം തുറന്നുകൊണ്ട് നടത്തുക. കഴിഞ്ഞ ദിവസം രാവിലെ 7:15 കൂടിയാണ് ജസ്റ്റിസ് KT ശങ്കരൻ സന്നിധാനത്തേക്ക് തിരിച്ചത്. 11 മണിയോടുകൂടി അവിടെ പരിശോധന ആരംഭിക്കുകയും ചെയ്തു. സന്നിധാനത്ത് സ്ട്രോങ് റൂമിലുള്ള ഈ സ്വർണ്ണപ്പാളി അല്ലാതെ മറ്റ് ഉരുപ്പടികൾ, മറ്റ് വസ്തുക്കൾ ഉൾപ്പെടെയുള്ള മഹസർ നോക്കുകയും അവയുടെ അളവും തൂക്കമൊക്കെ വിലയിരുത്തുകയാണ് കഴിഞ്ഞ ദിവസം ജസ്റ്റിസ് KT ശങ്കരൻ ചെയ്തത്. എങ്കിൽ ഇന്ന് ഈ സ്വർണ്ണപ്പാളി സംബന്ധിച്ച പരിശോധനയിലേക്കായിരിക്കും കടക്കുക. ഈ ജസ്റ്റിസ് KT ശങ്കരൻ ഈ സ്മാർട്ട് ക്രിയേഷൻ സിഇഒയോടും ഒപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയോടും ഒക്കെ തന്നെ ഈ സ്വർണ്ണപ്പാളി പരിശോധിക്കുന്ന ഘട്ടത്തിൽ സന്നിധാനത്ത്
എത്തിച്ചേരാനുള്ള ഒരു നിർദ്ദേശം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നൽകിയിരുന്നു. പക്ഷേ ഈ ക്രൈംബ്രാഞ്ച് എടുത്തിരിക്കുന്ന കേസിലെ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി സന്നിധാനത്തേക്ക് എത്താനുള്ള ഒരു സാധ്യതയുമില്ല. ഇങ്ങനെ ഒരു കേസിലെ പ്രതി എത്തുമ്പോൾ സ്വാഭാവികമായും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കിടക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തില്ല എന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. പക്ഷേ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ സിഇഒക്ക് വേണ്ടി ഒരുപക്ഷേ സ്മാർട്ട് ക്രിയേഷൻസ് കമ്പനിയുടെ പ്രതിനിധി സന്നിധാനത്തേക്ക് ഈ പരിശോധനയുടെ ഘട്ടത്തിൽ എത്താൻ സാധ്യതയുണ്ടെന്നൊരു വിവരമുണ്ട്. പക്ഷേ അതിനും സ്ഥിരീകരണമില്ല. എന്തായാലും ഇന്ന് 11 മണിയോടുകൂടി തന്നെ ഈ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട പരിശോധനകൾ പൂർണ്ണമായ തോതിൽ ആരംഭിക്കും. വൈകിട്ടോടുകൂടി ജസ്റ്റിസ് കെ ടി ശങ്കരൻ പരിശോധനകൾ പൂർത്തിയാക്കി സന്നിധാനത്ത് നിന്ന് ഇറങ്ങും. അതിനുശേഷം നാളെയാണ് ആറന്മുളയിലെ പ്രധാന ശബരിമലയുമായി ബന്ധപ്പെട്ട സ്ട്രോങ് റൂമിൽ പരിശോധന നടത്തുക. ഈ സ്ട്രോങ് റൂമിലാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട പ്രധാന ആഭരണങ്ങളും ഉരുപ്പടികളും ഒക്കെ തന്നെയുള്ളത്. ഇതിൻ്റെ മൂല്യപരിശോധന തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. ഈ ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് തന്നെയാണ് നിലവിലുള്ള ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട ഈ സ്വർണ്ണമടക്കമുള്ള ഉരുപ്പടികളുടെ മൂല്യപരിശോധന നടത്തുക. അതിലേതെങ്കിലും തരത്തിലുള്ള കൃത്രിമത്വം ഉണ്ടായിട്ടുണ്ടോ എന്ന് ഉറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പരിശോധന പൂർത്തിയാക്കി 2 ആഴ്ചക്കുള്ളിൽ ജസ്റ്റിസ് കെ ടി ശങ്കരൻ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്യും. മാധ്യമങ്ങളിൽ നിന്ന് മാറി അതീവ രഹസ്യമായാണ് പരിശോധന. ഹൈക്കോടതി നിർദ്ദേശം ഉൾപ്പെടെ ഈ വിഷയത്തിലുള്ളതിനാൽ മാധ്യമങ്ങൾക്ക് ഈ സംഭവങ്ങൾ ചിത്രീകരിക്കാനും പരിമിതിയുണ്ട്. ഓക്കെ, വി ജയശങ്കറാണ് ശബരിമല സന്നിധാനത്ത് നിന്ന് നമുക്കൊപ്പം ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.